എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുമ്പിളപ്പം അല്ലെങ്കിൽ തെരളി എന്നൊക്കെ ആണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് പറയേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കുമ്പിളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഗോതമ്പ് പൊടി ഒന്നുകൂടെ ഹെൽത്തിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുമ്പിളപ്പം തയ്യാറാക്കുന്നത് ചക്ക വരട്ടിയതും കൊണ്ടാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചക്ക വരട്ടിയതും കൊണ്ട് ഈ കുമ്പിളപ്പം തയ്യാറാക്കുമ്പോൾ. ഇനി നിങ്ങളുടെ കയ്യിൽ ചക്ക വരട്ടിയതില്ലാന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചക്ക വരട്ടിയതില്ലാന്നുണ്ടെങ്കിൽ പഴം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം തേങ്ങ ചിരകിയത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ചക്ക വരട്ടിയതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയും ചക്ക വരട്ടിയതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ഈ ചുക്കുപൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുമ്പിളപ്പത്തിന്. ചക്ക വരട്ടിയതിൽ ഓൾറെഡി ചുക്കുണ്ടാകും, എന്നാൽ കൂടി കുറച്ച് എക്സ്ട്രാ ആയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വയനയിലയാണ്. അപ്പോൾ വയനയില എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഉള്ള ഇലയാണ്. അപ്പോൾ ഈ ഇല കുറച്ച് വലിയതായിട്ട് ഉള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് റോൾ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതുപോലെ നമ്മൾ കുമ്പിളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മോൾ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതിൻ്റെ തണ്ട് വെച്ചിട്ട് തന്നെ നമുക്കത് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാവ് വെച്ചിട്ട് ആദ്യം ഈസി ആയിട്ടുള്ള രീതിയിലൊന്ന് റോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തണ്ട് ഇങ്ങനെ വീണ്ടും ചുറ്റിച്ച് കൊണ്ടിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. ഇനി ഇതിന് തണ്ട് ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കുമ്പിൾ ആക്കി കാണിച്ചു തരാം. ഇതുപോലെ കോൺ ഷേപ്പിലാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയും ചക്ക വരട്ടിയതും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു രീതി. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഇലയുടെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഈ കുമ്പിളപ്പം എല്ലാം പരക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ലൊരു മണമാണ് ഈ ഒരു കുമ്പിളപ്പം വെന്ത് കഴിയുമ്പോൾ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചക്ക വരട്ടിയത് വെച്ച് ചെയ്യുമ്പോൾ. നിങ്ങളുടെ വീട്ടിൽ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്